നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് സ്വർണത്തിന്റെ വിലയിൽ ഒരു 250 രൂപ കയറിയിട്ടുണ്ട്. അതുപോലെ 24 കാരറ്റ് ഗോൾഡ് 15,633 ചെന്നിരിക്കുന്നു. അത് കയറിയ 22 കാരറ്റ് ഗോൾഡ് ചുമ്മാ ഇരിക്കുമോ, അതും കയറി 14,330 ഇപ്പോൾ ഇരിക്കുന്നു. വെള്ളി 300 രൂപ എന്ന് പറയുന്നു. പക്ഷെ 2,80,000 രൂപയ്ക്ക് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ അത് കിട്ടുന്നു. ഇപ്പോൾ ഇതിന്റെ കാരണങ്ങളൊക്കെ എന്താണ് വീഴുന്നു എന്ന് നോക്കിയാൽ, കാരണം റിബ വന്നിട്ട് ഓൾ ടൈം ലോ 95 ഡിഗ്മയിൽ ട്രേഡായി. ഇന്ന് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ കച്ചായന ബാരൽ 104 അടുത്ത് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. നിഫ്റ്റി 270 പോയിന്റ് ഗാലിയായി 23,520 530 ആ റേഞ്ചിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. 650 പോയിന്റ് ഗാലിയായിരിക്കുന്നു നമ്മളെ ബാങ്ക് നിഫ്റ്റി. ഇന്ന് മെയിനായിട്ട് ബാങ്ക് നിഫ്റ്റിയോടെ ചേർത്ത് വിടുന്നത് ഈ IT സ്റ്റോക്കുകളാണ്. 3.5%. മെറ്റൽ മാത്രം കയറിയിരിക്കുന്നു 0.7%. FMCG 0.5 വിടുന്നിരിക്കുന്നു. ആട്ടോ 0.3 വിടുന്നിരിക്കുന്നു. ഫാർമ 0.2 വിടുന്നിരിക്കുന്നു. ഈ ഗോൾഡ് റിലേറ്റഡ് സ്റ്റോക്സ് ഒക്കെ ഇന്നും വിഴുന്നിരിക്കുന്നു. ജ്യോതി വന്നിട്ട് 10-11% ഈ 7% കയറി ക്ലോസ് ആയി. ഇപ്പോൾ ഒരു 5% തിരികെ വിടുന്നിരിക്കുന്നു. ഓവറോൾ ആയിട്ട് 11% തന്നെ അങ്ങനെ ഇരിക്കുന്നു. GCS ഇൻഫോസിസ് ഒക്കെ ആൽമോസ്റ്റ് 4% വിഴുന്നിരിക്കുന്നു. 3.7 3.8 വിഴുന്നിരിക്കുന്നു. ടെക് മഹേന്ദ്ര വിഴുന്നിരിക്കുന്നു. പ്രോ വിഴുന്നിരിക്കുന്നു. പങ്കമയിൽ 2.5% വിഴുന്നിരിക്കുന്നു. പിന്നെ കല്യാൺ ജുവലേഴ്സും വിഴുന്നിരിക്കുന്നു. ഇൻഡസ്ഇൻഡ് ബാങ്ക് വിഴുന്നിരിക്കുന്നു. തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക്, പിന്നെ അമർ രാജ ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സൈഡസ് ലൈഫ് സയൻസസ് ഇറങ്ങിയിരിക്കുന്നു. ടാറ്റ പാസഞ്ചർ വെഹിക്കിളിൽ 1% വിഴുന്നിരിക്കുന്നു. പക്ഷേ ടാറ്റ കെമിക്കൽസ് മാത്രം കയറിയിരിക്കുന്നു. ഓവറാളെ നോക്കുവാണെങ്കിൽ വിടുന്ന സ്റ്റോക്ക് കൂടുതലാണ്. ഇന്ന് നമുക്ക് ആദ്യം എന്തൊക്കെയാണ് നടന്നു എന്നതിനെ കുറിച്ച് നോക്കാം. ഈ പട്ടാസ് ലിസ്റ്റിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറയാം. ഇന്നലെ ഒരേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. പട്ടാസ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു 6-7 വർഷത്തിന് മുമ്പ് ഞാൻ പതിയെ തുടങ്ങി 30 സ്റ്റോക്കുള്ള ഒരു കാര്യം. ആ സ്റ്റോക്ക് ലിസ്റ്റിൽ ജ്യോതി ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ജ്യോതിനെ കുറിച്ച് സംസാരിച്ചില്ല, തെറ്റാ പറഞ്ഞെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഒറിജിനൽ പട്ടാസ് ലിസ്റ്റിൽ അതില്ല. ആദ്യം ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ 550 രൂപയിൽ ഇരുന്നു അത്. അപ്പം അതിനെ തൊട്ടില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് 300 രൂപ ഇരിക്കുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു ഞാൻ. 250 രൂപയിൽ ഇരിക്കുന്ന സമയം അതിലിരിക്കുന്ന ആ സക്സഷൻ സ്ട്രഗിളിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ന്യൂസുകളൊക്കെ നമ്മളെ മണി പേജിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ കൺസിഡറേഷൻ റേഞ്ചിനെ കുറിച്ചൊക്കെ എപ്പോൾ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയെന്നാൽ 100ൻ്റെ താഴെ വന്നതിൻ്റെ ശേഷമാണ്. അതായത് 50% വീഴുന്നതിൻ്റെ ശേഷം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ജ്യോതി ബാഡ് കമ്പനി അല്ല. ഇതിലുള്ളതിൽ ഒരു നല്ല ഒരു കമ്പനിയാണത്. എന്നിട്ട് അത് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. കയ്യിൽ കാശ് വച്ചിരിക്കുന്നു. ഒരു കമ്പനിയിൽ കടനില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ആദ്യം. ഈ കമ്പനിയിലും അതുപോലെ കടനൊന്നുമില്ല. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒരുപാടുണ്ട്. പ്രൊമോട്ടറിന് മോളുണ്ട്. ആ മോൾ എന്ത് ചെയ്യുമെന്ന് കാത്തിരുന്ന് തന്നെ നോക്കണം. ഇത് രണ്ടാമത് കാര്യം. മൂന്നാമത് കാര്യം, വ്രില്ല് ഇല്ലാതെയായെങ്കിൽ എന്താകും എന്നതാണ്. വ്രില്ല് ഗാലിയാകുവാണെങ്കിൽ ഒന്ന് അതിന് നിർത്തും. പക്ഷെ അതിൻ്റെ ഒപ്പം 3 കാര്യങ്ങൾ നടക്കും. അഗ്രിമെന്റ് പ്രകാരം 3 വിധമായിട്ടുള്ള പേയ്മെന്റ് ജ്യോതി ലാബിൽ വന്നെത്തണം. പക്ഷെ അതിന് അനലിസ്റ്റ് പറയുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ അത് 400 കോടി രൂപയ്ക്ക് വരേക്ക് പോകുമെന്നാണ് പറയുന്നത്. അതായത് ഒരു വർഷത്തിന്റെ ടേൺ ഓവർ അവർക്ക് കയ്യിൽ കാശായിട്ട് കിട്ടും. എന്ന് വെച്ചാൽ ആ സ്റ്റോക്ക് ഇതിലിരുന്ന് അവർക്ക് തിരികെ കൊടുക്കുന്നതാണത്. അതും അല്ലാതെ മെഷീനറീനെ തിരികെ കൊടുക്കും. മൂന്നാമത് കാര്യം, ഇതുപോലെ ഒന്ന് വന്ന് അതിലും പേയ്മെന്റ് വരും. ആ പേയ്മെന്റിൽ 350 400 കോടി വരെ വരും. അവർ എക്സോ ബ്രാൻഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡൊക്കെ ഡെവലപ്പ് ചെയ്യും. കമ്പനിയിൽ കടൻ ഉണ്ടെങ്കിലാണ് പേടി. ഇവർ കാര്യത്തിൽ എന്തെന്ന് വെച്ചാൽ ആ ഫാസ്റ്റ് സോപ്പ് മാത്രം ചില്ല. ഇത് കാരണം ബ്യൂട്ടി സെഗ്മെന്റ് ഇവരെ കൊണ്ട് പുഷ് ചെയ്യാൻ പറ്റിയില്ല. ഇവർ ഈ ഉജാല ഈ ചൊട്ടിനീരത്തിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. ഒരുപാട് പ്രോഡക്റ്റുകൾ കൊണ്ടുവന്നിരിക്കുന്നു. എനിക്ക് മാക്സോയിനൊക്കെ തനിയാക്കി വിടണം എന്നൊക്കെ തീരുമാനിച്ചായിരുന്നു. ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് തീരുമാനിച്ചു വച്ചിരിക്കുന്നു. ഇപ്പോൾ കമ്പനി ഡെപ്റ്റ് ഫ്രീ ആണ്. ഓണർ വളരെ സ്ട്രോങ്. ഇപ്പോൾ വരയ്ക്ക് ഓണറിൻ്റെ മോഴും ഇതിൽ ഇൻട്രസ്റ്റഡ് ആണ്. ആൻഡ് അതിൻ്റെ ഒപ്പം നല്ല ഒരു ബ്രാഞ്ചും അവരെ കയ്യിലുണ്ട്. കയ്യിലിരുന്ന് പോകുമെന്ന് 4th ക്വാർട്ടറിൽ കൂടെ അവരെ കൊണ്ട് പറയാൻ പറ്റിയില്ല. ലാസ്റ്റ് മിനിറ്റിലാണ് ബൾട്ടി അടിച്ചിരിക്കുന്നത്. കാരണം ഈ സ്റ്റോക്ക്, ഗുഡ് വിൽ, മിഷനറി എല്ലാം ചേർത്ത് ഒരു 400 കോടി അവർക്ക് വരും. അപ്പോൾ ഇതിനെക്കുറിച്ച് വിഷമിക്കാൻ ഒന്നുമില്ല എന്നതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത് കാര്യം, ഇന്നലെ സെൻസെക്സ് വിടുന്നതിൽ 6 ലക്ഷം കോടി കാണാനില്ല. ഇന്ന് വീഴുന്നതിൽ 5 ലക്ഷം കോടിയെ കാണാനില്ല. 2 ദിവസത്തിലിരുന്ന് 10 11 ലക്ഷം കാണാനില്ല. ഇന്ന് റെക്കോർഡ് തീർന്നില്ല.
എന്ത് പറയുന്നു എന്ന് FIA കാശിന് എടുത്തുകൊണ്ട് പോകുന്നു. വെസ്റ്റ് ഏഷ്യ ടെൻഷൻ കാരണം അതിപ്പോൾ തീരുമെന്നൊക്കെ പറയാൻ പറ്റൂല. ഇയർ ക്രൂഡ് പ്രൈസാണ് പോലെ ക്രൂഡിൽ ടാക്സ് ഇട്ട് സമ്പാദിക്കുന്ന സ്ട്രാറ്റജി അത്രയും തെറ്റിയെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കും. ഇപ്പം ഇന്നലെ 95.31 ക്ലോസ് ആയത് ഇന്ന് 95.51 വരയ്ക്ക് വിടുന്നിരിക്കുന്നു. ഇന്നുള്ള മുഖ്യ വാർത്തകൾ ഫുള്ളായി ഇനി ഗോൾഡിനെ കുറിച്ചുള്ളതാണെന്ന് സംസാരിക്കുന്നു. ഗോൾഡ് എന്ത് പറയുന്നു എന്നാൽ എല്ലാ ജുവലേഴ്സും പോയി മോഡിജിയുടെ അടുത്ത് അപ്പോയിൻമെൻറ്റ് ചോദിച്ചിരിക്കുന്നു. എന്താണ് ഇങ്ങനെ പറഞ്ഞു എന്ന്. എന്താണ് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ആൾറെഡി ജുവലറി സെയിൽസ് സ്ലോ ഡൗൺ ആയിരിക്കുന്നു, ഒരുപാട് കടകൾ തുറന്നു വെച്ചിട്ടുണ്ട്, അതും അല്ലാതെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ കാശ് എവിടെ പോകും എന്നാണ് ഒരു ചോദിച്ചത്. രണ്ടാമത് ടൈറ്റൻ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്. അത് എന്തെന്ന് വെച്ചാൽ 2 ക്യാരറ്റ് ഗോൾഡ് വാങ്ങുന്നവർക്ക് ഇന്നായിട്ട് അവർ ജുവലറി ആയിട്ട് വാങ്ങാതെ കോയിനാ പോകുന്നു എന്നാണ് പറയുന്നു. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു നോക്കമാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ടൈറ്റൻ എന്ത് പറയുന്നു എന്നാൽ നിങ്ങൾ വഡീനെ കയറ്റ് നിങ്ങൾ വഡി 5.5% 6% കൊടുക്കുന്നവരേക്കും ഗോൾഡ് വാങ്ങുന്നതിന് നിർത്തൂല. ബാങ്കിൽ കാശാ വച്ചിരിക്കേണ്ട കാശിനെയൊക്കെയാണ് അവർ ഗോൾഡാ വാങ്ങുന്നു. ഇപ്പോൾ ഇത് എന്നെ പിടിച്ച് ടാർഗറ്റ് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. സ്വർണത്തിനെ കുറിച്ച് ഇന്നൊരു കാര്യം, യൂണിയൻ ബാങ്കിൽ സെപ്റ്റംബറിൻ്റെ പോകുന്ന PR ശേഷാദ്രി എന്ത് പറയുന്നു എന്നാൽ ബാങ്ക് കൊടുത്തിരിക്കുന്ന നോംസ് പ്രകാരം ഞങ്ങൾ ഗോൾഡ് ലോൺ കൊടുക്കാൻ പറ്റൂല. കാരണം ഞങ്ങൾ ഗോൾഡ് ലോൺ കൊടുക്കുന്നത് കുറയും. ഗോൾഡ് ലോൺ കൊടുക്കുന്നത് കുറയും എങ്കിൽ അൺഫോർമൽ ലെൻഡിങ് തന്നെ ഒരുപാട് പോകും. അല്ലാതെ മാർവാടി ഷേട്ടുമാർക്കാണ് നല്ലത് എന്ന് അവർ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇത് കാരണം ഞങ്ങൾ ഗ്രോത്തും സ്ലോ ആകും എന്ന് പറയുന്നു. അടുത്ത കാര്യം എന്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നു എന്നാൽ ഉത്തർപ്രദേശിൽ എല്ലാ ഗോൾഡ് കമ്പനികളും ഹൈക്ക് ചെയ്തിരിക്കുന്നു. അത് ഒരു ദിവസം പെട്ടെന്ന് എല്ലാ കടയിലും മൂടിയായിരുന്നു അവർ ഇന്നലെ ഒരു ദിവസത്തിനും. കാരണം ഈ ഗോൾഡിന് വിശ്വസിച്ച് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നു. അടുത്ത ന്യൂസ് വന്നിട്ട് ഇക്വിറ്റി ആൻഡ് മ്യൂച്വൽ ഫണ്ടിലിരുന്ന് കാശിനെ വെളിയിലെടുത്തോണ്ട് ഇൻവെസ്റ്റേഴ്സൊക്കെ ഡെപ്റ്റ് ഫണ്ടിന് പോകുന്നു. ഇത് കാരണം ഇക്വിറ്റി ഇൻഫ്ലോ വന്നിട്ട് ഏപ്രിലിൽ തന്നെ കുറഞ്ഞിരിക്കുന്നു. ഇത് പ്രോബ്ലം ആകും. കാരണം മാസീവായിട്ട് എല്ലാവരും ഡെപ്റ്റ് ഫണ്ടിലോട്ടാണ് പോകുന്നു. ഇത് ഇക്വിറ്റിക്ക് ഒരു നല്ല ന്യൂസ് അല്ല. ഇന്ത്യയിൽ യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ്, അതായത് പഠിച്ച് ജോലി ഇല്ലാതെ ഇരിക്കുന്നവർ 15% ആയിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ജോലിയൊക്കെ ഇല്ലെങ്കിൽ ജോലിയുടെ കൺസ്യൂമർ ഡിമാൻഡ് കൂടും. ആൻഡ് പോളിസി സപ്പോർട്ടിന് മുകളിലിരുന്ന് പ്രഷറും കയറും പറയുന്നു. DM മോഡി അതിൻ്റെ ശേഷം ഇന്നൊരു പ്രാവശ്യമും അൺനെസസറി ആയിട്ട് ഇമ്പോർട്ട് ചെയ്യരുത്, ഫോറിൻ ട്രാവൽ ചെയ്യരുത്, സ്വർണ്ണത്തിന് വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഒഫീഷ്യൽസ് എന്ത് പറയുന്നു എന്നാൽ സ്വർണ്ണത്തിന് ഡ്യൂട്ടീനെ അവർ കയറ്റത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്യൂട്ടീനെ കയറ്റുവാണെങ്കിൽ സ്മഗിൾ ഗോൾഡ് തന്നെ കൂടുതലാകും. അതുപോലെ തന്നെ ജുവലറി സ്റ്റോക്കിൻ്റെ റേറ്റൊക്കെ നല്ല താളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവരിങ്ങനെ പറഞ്ഞ കാരണം സ്റ്റോക്കും ഗോൾഡ് വാങ്ങത്തില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല, ജനങ്ങൾ വാങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും. അതിൻ്റെ ശേഷം ബുല്ലിയൻ ഇൻഡസ്ട്രി എന്ത് പറയുന്നു എന്നാൽ ഗോൾഡ് മോണിറ്ററൈസേഷൻ പ്ലാൻ ഇടാൻ പറയുന്നു. ജനങ്ങളെടുത്തിരിക്കുന്ന സ്വർണത്തിനെ വാങ്ങി നിങ്ങൾ യൂസ് ചെയ്യാം, അതേ സ്വർണത്തിന് തിരികെ കൊടുക്കാൻ എന്തെങ്കിലും ഒരു സ്കീം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ബുല്ലിയൻ ഇൻഡസ്ട്രി. NDTVയിൽ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നു. ഇന്ത്യയിൽ തന്നെ 500 ടണ്ണിൻ്റെ മുകളിൽ ഗോൾഡ് ഇരിക്കുന്നു. ഇതിനെ നമ്മൾ മൈൻ ചെയ്യാൻ തുടങ്ങിയാലേ നമ്മൾ റിസോഴ്സ് കയറും, നമ്മുടെ നാട്ടിൽ നിന്ന് നല്ലതെന്ന് പറഞ്ഞിരിക്കുന്നു. സോഫ്റ്റ്വെയർ കമ്പനീസൊക്കെ എന്ത് പറയുന്നു എന്നാൽ തിരികെ ഹൈബ്രിഡ് മോഡലിനെ അവർ തിരികെ നോക്കിക്കൊണ്ടിരിക്കുന്നു. മോഡി പറഞ്ഞ കാരണം അതിനെ നോക്കണതായിട്ട് അവർ തിരികെ പറഞ്ഞിരിക്കുന്നു. ഈ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിയൊക്കെ ഹെവി ലോസ് ഇരിക്കുമെന്ന് പറയുന്നു. ഓരോ വർഷം സമ്പാദിച്ച കാശൊക്കെ ഒരേ ക്വാർട്ടറിൽ അവർ ഗോൾ വിട്ടിരിക്കുമെന്ന് പറയുന്നു. പിന്നെ ഇൻകം ടാക്സ് ഡേറ്റ വെച്ച് LPG സബ്സിഡി കൊടുക്കാൻ നോക്കുന്നു. പക്ഷേ ആർക്കും LPG സബ്സിഡി വരുന്നില്ല. ആ സബ്സിഡി അവർ എടുക്കാൻ പോകുന്നതായിട്ട് സംസാരിച്ചിരിക്കുന്നു. വെസ്റ്റ് ഏഷ്യ കോൺഫ്ലിക്റ്റ് റിയാലിറ്റി ഇതിനെ കുറച്ചിരിക്കുന്നു. ഇനി പ്രഥമർ ഫോറിൻ ഒന്നും പോകരുതെന്ന് പറയുന്നു. പക്ഷേ ഇന്ത്യൻ ഹോട്ടൽസിൻ്റെ പ്രോഫിറ്റ് 15% കയറിയിരിക്കുന്നു. മുത്തൂറ്റ് ക്യാപിറ്റൽ സ്ട്രോങ് റവന്യൂ ഗ്രോത്ത് കാണിച്ചിരിക്കുന്നു. ഇത് കാരണം ഓടിക്കൊണ്ടിരിക്കുന്നു. മൈക്രോ ഫൈനാൻസ് സെക്ടർ സ്ട്രെസ് ഓവർ ലിവറേജ് ആയിട്ടിരിക്കുന്നു. ഒരേ ബോറോവർ 4 പേരെടുത്ത് കടം വാങ്ങിയിരിക്കുന്നു. ഇന്ന് ഡോക്ടർ റെഡ്ഡിയുടെ റിസൾട്ട് വരും. അതിനെക്കുറിച്ച് നാളെ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ മുഖ്യമായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഗോൾഡാണ്. ഗോൾഡ് നിങ്ങൾ വാങ്ങണമോ വാങ്ങണ്ടേ എന്ന് നോക്കിയാൽ ഡെഫിനറ്റായിട്ട് ഗോൾഡ് വേണം. അവിടെ നിങ്ങൾക്ക് എമർജൻസി സമയം ഗോൾഡ് ആവശ്യപ്പെടുന്നു എന്നാൽ അത് നമ്മളെ രക്ഷിക്കും. കൈ കൊടുക്കുന്നത് പോലെ വേറൊന്നും കൈ തരില്ല. ടൈറ്റൻ പറയുന്ന റെസിപ്പി എന്തെന്ന് വെച്ചാൽ ഗോൾഡ് വാങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് അത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടിരിക്കും. 5.25% വഡ്ഡി കൊടുക്കുവാണെങ്കിൽ
നിങ്ങൾക്ക് ഒന്നും വരില്ല. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു രണ്ടാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുങ്ങൾക്ക് വേണ്ടി ഒരു പുസ്തകം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.